ഹായ് കൂട്ടുകാരെ. അപ്പോഴേ ഞങ്ങൾ ഇന്ന് സൗജന്യ യാത്രയൊക്കെ ചെയ്ത് കേട്ടോ. സൗജന്യ യാത്ര എന്ന് വെച്ചാൽ രാവിലെ അങ്ങോട്ടും പോയി വൈകിട്ട് ഇങ്ങോട്ടും വന്നു. ടിക്കറ്റ് 2 ഉണ്ട്. ഇപ്പം ഞാൻ ഒന്നേ കാണിക്കുന്നുള്ളൂ. പക്ഷേ സൗജന്യ യാത്രയുടെ ടിക്കറ്റാണ്. അത് നമുക്ക് ആവശ്യഘട്ടത്തിന് നമുക്ക് ബസ് കിട്ടത്തില്ല. സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ബസ് നമുക്ക് കിട്ടത്തില്ല. ആവശ്യത്തിന് നമുക്ക് എവിടെയെങ്കിലും എത്തണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് കൊടുത്ത് തന്നെ അല്ലെങ്കിൽ പൈസ കൊടുത്ത് തന്നെ ഏത് വണ്ടിയിലും കയറിപ്പോയാലേ നമ്മുടെ സ്ഥലത്ത് എത്താൻ പറ്റത്തുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, എനിക്കിന്ന് പാവം തോന്നി, എനിക്ക് കഷ്ടം തോന്നിയെന്ന് വെച്ചാൽ ഇവരിത് കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞ കാര്യമാണ്. ഇവർ കൊടുത്തപ്പോഴത്തേക്ക് അർഹതപ്പെട്ടവർക്കാണ് ഇത് കൊടുക്കാനുള്ളത്, അല്ലാത്ത ആൾക്കാർക്കല്ല. അർഹതപ്പെട്ടവർക്ക് ഇത് ഏൽപ്പിക്കേണ്ടതായിരുന്നു. കാരണം ഇന്ന് തന്നെ കണ്ടില്ലേ, കുറേ ആൾക്കാർ ഇടിച്ച് നെരുങ്ങി കുത്തി നെരുങ്ങി കയറാൻ വേണ്ടിയിട്ട് സമരം ചെയ്ത് ഒത്തിരി ഭയങ്കര പ്രശ്നമായിട്ടും നടക്കുക. ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാർ ഇവർ തന്നെയാണ്, ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇവർ ഇലക്ഷന് വേണ്ടിയിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തു വെച്ച ഒരു പണിയാണിത് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല. ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ച, വയസ്സായ അപ്പന്മാരില്ലേ, വയസ്സായ 10, 80, 75, 80 വയസ്സായ അപ്പന്മാരല്ലെങ്കിൽ അച്ഛന്മാർ, ഇവരൊക്കെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ ടിക്കറ്റ് എടുക്കാതെ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കഷ്ടമാണ്. ഇത് കഷ്ടമാണെന്നേ പറയത്തുള്ളൂ. ഇത് നല്ലതല്ല, ഇത് നല്ല കാര്യമല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നല്ല കാര്യമല്ല. ചുമ്മാ തന്നെ ആൾക്കാർ സമരം ചെയ്യുന്നത്. ഒരു സമരം ചെയ്യുന്നതിന് നമുക്കിത് കുറ്റം പറയാൻ പറ്റത്തില്ല. ശരിക്കും പറയാം, ഫ്രീ ടിക്കറ്റ് എടുത്ത് പോകണം. ഞങ്ങൾ ബസ്സിൽ സുഖമായിട്ടിരിക്കുമ്പോൾ ഈ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരില്ലേ, അവർ നിന്ന് പോകണം കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര കഷ്ടം തോന്നി കേട്ടോ. അങ്ങനെ വേണ്ട, അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് എത്ര നാളിത് കൊണ്ടുപോകുന്നു എനിക്കറിയത്തില്ല. ലാസ്റ്റ് ആണുങ്ങളെല്ലാം കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അന്തവും കാണത്തില്ല കൂട്ടുകാരെ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. എനിക്കിന്ന് കണ്ടപ്പോൾ ഒരു അനുഭവമാണ്. കാരണം സാധാരണ ബസ്സിന് വരെ ഇന്ന് സിറ്റി പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ കോവളം ബീച്ചിലോട്ട് സിറ്റി പാസ്റ്റ് ഇല്ല, പക്ഷേ കോവളം റൂട്ടിന് വരെ സിറ്റി പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്ത് കാര്യമെന്ന് എനിക്ക് അറിയത്തില്ല. ലോക്കൽ ബസ്സിനൊക്കെയാണ് ഇവർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യം നേടണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് തന്നെ യാത്ര ചെയ്യണം. ഇതൊന്നും വലിയ ഒത്തിരി ദൂരം ഓടുന്ന ആൾക്കാരൊന്നുമല്ല. ഇത് കണ്ട കോളനി, ഇത് ഒത്തിരി ദൂരം വലിയ ഓട്ടമൊന്നും ഓടത്തില്ല, ഒത്തിരി ദൂരം ഓടത്തില്ല കേട്ടാ. പെണ്ണുങ്ങൾ സമരം ചെയ്യണം ചുമ്മാതല്ല, ഒത്തിരി ദൂരം ഓടത്തില്ല. നമുക്ക് കണ്ടിരിക്കുക. ഇത് വയസ്സായ ആണുങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അന്തവും കാണത്തില്ല കേട്ടോ. പാവോ വയസ്സായ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഫ്രീ ആയിട്ട് പോകുമ്പോഴത്തേക്ക് അതൊക്കെ ഭയങ്കര കഷ്ടമാണ്. പഠിക്കണ മക്കൾക്ക് കൊടുത്തോ അന്നും പറയില്ല. പഠിക്കണ മക്കൾക്ക് കൊടുത്തോ, കുഴപ്പമില്ല. പഠിക്കണ ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും കൊടുത്തോ. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുത്തോ. വികലാംഗർക്ക് കൊടുത്തോ. അർഹതപ്പെട്ടവർക്ക് കൊടുത്തോ. നിങ്ങൾ ഏത് ബസ്സിന് അർഹതപ്പെട്ടവർക്ക് കൊടുത്തു, അല്ലാത്തവർക്ക് എന്തിനാ കൊടുക്കണം? ഇതിലിപ്പം സർക്കാർ ജോലിയുള്ളവർ കയറും, പൈസ കൊടുത്ത് യാത്ര ചെയ്യാൻ കഴിവുള്ളവർ കയറും. എന്തിനാ ഇതിൻ്റെ വല്ല ആവശ്യമില്ല. നിങ്ങൾക്ക് വോട്ട് കിട്ടും, നിങ്ങൾ ജയിക്കും. പക്ഷെ നിങ്ങൾ വോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ആവശ്യമില്ലാത്തൊരു കാര്യം ഉണ്ടാക്കിയതാണ് വല്ലാത്ത ഒരു കഷ്ടമായിപ്പോയത്. ഇന്ന് കണ്ട കാഴ്ചയാണ്. ഇന്ന് ഞാൻ കണ്ട കാഴ്ച ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾ സമരം ചെയ്യണം ചുമ്മാതല്ല. വെറുതെ ഒരു വോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാട്ടിക്കുട്ടി ഉണ്ടാക്കി വയ്ക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാം എന്തെല്ലാം കാര്യം. ഇപ്പം തന്നെ പാലിന്, തൈരിന് എല്ലാത്തിനും വില കൂട്ടിയില്ലേ. മിന്മയ്ക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പം മിന്മയ്ക്ക് വില കൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഐഡിയയുടെ പാലിനും ഐഡിയയുടെ തൈരിനും എല്ലാത്തിനും വില കൂട്ടി വെച്ചിരിക്കുമോ. ഒരു കടയിൽ 29, ഒരു കടയിൽ 30, ഒരു കടയിൽ 35, ഒരു കടയിൽ 40. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കച്ചവടം ചെയ്യണം. അപ്പം നിങ്ങൾ എല്ലാത്തിനും വില കൂട്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പണിയും കൂടെ ഒപ്പിച്ച് വെച്ച്. മറ്റേ സമയമില്ല, ഇതിനോട് യോജിക്കുന്നൊന്നും ഇതിനോട് ആരും യോജിക്കത്തില്ല. ഇത് താമസിയാതെ അടുത്ത് വലിയൊരു സമരം നടക്കും ഇതിന് വേണ്ടിയിട്ട്. ആണുങ്ങൾ മൊത്തത്തിൽ ഇറങ്ങി. ഇപ്പം പെണ്ണുങ്ങളെല്ലാം ഇറങ്ങി, ഇനി ആണുങ്ങൾ ഇറങ്ങും. കണ്ടിരുന്നു, താമസിക്കാതെ ആണുങ്ങൾ ഇറങ്ങും. ഉറപ്പ് ആണുങ്ങൾ ഇറങ്ങും. വയസ്സായ തന്തമാരെ ടിക്കറ്റ് എടുത്ത് പോകുമ്പോഴേ, നല്ല ആരോഗ്യവും ജോലിയുള്ള ആൾക്കാർ ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴേ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു മദ്യപാനിയായിരിക്കും ബസ്സിൽ കയറണത്. അയാൾക്ക് ടിക്കറ്റ് കൊടുക്കും, എപ്പുറത്തിരിക്കുന്നവർക്ക് ടിക്കറ്റ് കൊടുക്കത്തില്ല. അപ്പോഴേ അടിയുണ്ടാക്കും അവിടെ. കണ്ടിരുന്നു, താമസിക്കാതെ എല്ലാവർക്കും കാണാം. താമസിക്കാതെ ഇതിനായിട്ടൊരു വലിയൊരു സമരവും അടി നടക്കും. എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് കണ്ട കാഴ്ചയാണ്.